ഇനിയും സ്ട്രോങ് മാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യൂദായുടെ പുസ്തകത്തിലേക്ക് വരാം. ജൂഡ് 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യൂദായുടെ പുസ്തകം 9-ാമത്തെ വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു. വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതനായ മീഖായേൽ എതിരെ നിൽക്കുന്നത് സാത്താൻ അല്ലെങ്കിൽ പിശാച്, ലൂസിഫർ. ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കാനായിട്ടൊരു അവസരം കിട്ടി. ഒരാളുടെ വിഷയത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്താ വിഷയം? ഒരൊറ്റ കാര്യം, മോശയുടെ ശരീരത്തെക്കുറിച്ച് വിവാദിക്കാൻ വന്നിരിക്കുക. എന്താ മോശയുടെ ശരീരത്തിന് പ്രശ്നമുണ്ടായത്? കൽപ്പിക്കാൻ പറഞ്ഞിടത്ത് പാറയോട് കൽപ്പിക്കാൻ 2-ാമത്തെ പ്രാവശ്യം അടിക്കണ്ട, കൽപ്പിച്ചാൽ മതി. പക്ഷേ അവൻ എന്ത് ചെയ്തു? പണ്ടത്തെ പോലെ, ആദ്യം ചെയ്ത പോലെ ആ പാറയെ അടിച്ചു. അടിച്ചത് 2-ാം വട്ടം പാറയാകുന്ന ഇവരെ അനുഗമിച്ച ആത്മീയ പാറ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു 2-ാമത് ക്രൂശിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. 2-ാമതും അടി കൊണ്ട് പിളരുമോ? ഒരിക്കലുമില്ല. അപ്പോൾ തിയോളജിക്കലി, ഹിസ്റ്റോറിക്കലി, സ്പിരിച്വലി ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മോശയെ ദൈവോപിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ദേഷ്യം കൊണ്ട് ഹോളി ആങ്കർ, വിശുദ്ധമായ കോപമാണ് ഉണ്ടായതെങ്കിലും അതിന് അതിര് കവിഞ്ഞു പോയി. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സംസാരിക്കേണ്ടവൻ ചെയ്തത് അതിര് കവിഞ്ഞു പോയി. അതുകൊണ്ട് ദൈവം തീരുമാനിക്കുകയാണ്, അവനും ഈ ജനത്തെ പോലെ മരുഭൂമിയിൽ തന്നെ വീഴും. അവനും കനാൻ ദേശത്ത് പ്രവേശിക്കത്തില്ല. സ്തോത്രം. നോക്കുക, എന്തൊരു വലിയ വീഴ്ചയാണ് സംഭവിച്ചല്ലേ. പ്രൈസ് ദി ലോർഡ്. പിസ്ഗായുടെ കൊടുമുടിയിൽ വന്ന കനാൻ ദേശത്തെ അവൻ നോക്കി ദൈവത്തോട് പറഞ്ഞു, ഒറ്റ നോക്കാനെങ്കിലും ഒരു അവസരം എന്താ. അങ്ങനെ നോക്കി അവൻ അവിടെ വെച്ച് വീണു, മരിച്ചു. ദൈവം ഇറങ്ങി വന്നു അവനെ അടക്കി. പിസ്ഗായുടെ കൊടുമുടിയിൽ അവിടെ വെച്ച് അടക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ മക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, അവിടെയൊക്കെ പദയാത്ര നടത്തിയേനെ, അല്ലെ അവിടെ ഒരു പള്ളി വെച്ചേനെ. അവിടെ കണ്ടതിന് ഒരു പള്ളി, മോശ വീണ് മരിച്ച സ്ഥലം. അങ്ങനെ ആൾക്കാർ പോയേനെ. ദൈവം തീരുമാനിച്ച് ഇവിടെ പള്ളിയൊന്നും വെക്കണ്ട, ഷ്രൈനൊന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ദൈവം അവനെ ഉയർപ്പിച്ചു. വചനം പറയുന്നത് അവനെ ഉയർപ്പിച്ച ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഈ ഉയർപ്പിക്കുന്ന സമയമാണ് ആര് വരുന്നത്? മീഖായേലും സാത്താനും വരുന്നത്. സാത്താൻ വന്നതുകൊണ്ടാണ് മീഖായേൽ വന്നത്. ഇവർ രണ്ടും കൂടെ വിവാദിക്കുക. എന്ത്? ഇവൻ്റെ ശരീരത്തെ വിടത്തില്ല, ഇവൻ ഭാവിയാണ്, ഇവൻ എങ്ങനെ ചെയ്തു വിടത്തില്ല, ഇവരെ സ്വർഗത്തിൽ വിടാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മീഖായേൽ പറയുന്നു, ദൈവം എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, നിന്നെ ഇവിടെ വിട്ടുമാറ്, ഇവൻ്റെ ശരീരത്തിനുമില്ല അധികാരമില്ല. ഇങ്ങനെ വിവാദിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാത്താൻ വിവാദിക്കുന്നത്? വാദിക്കാൻ കാരണം എന്താ? കാര്യമുള്ളത് കൊണ്ടാണ്. കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കത്തില്ല. ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് അതഴിയും. ഏത് കാരണമില്ലാത്ത ശാപമാണെങ്കിൽ കുരുകിൽ പാറിപ്പോകുന്നത് പോലെ, മീവൽ പക്ഷി പാറിപ്പോകുന്നത് പോലെ അത് പാറിപ്പോകും. പിന്നെയും പിടിച്ചു നിൽക്കുന്നെങ്കിൽ അതിനെന്തോ കാരണമുണ്ട്. അപ്പോൾ സ്ട്രോങ് മാൻ, ബലവാനായവൻ പിടിച്ചു നിൽക്കാൻ എന്തോ കാര്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രക്തബന്ധങ്ങളിലൂടെ പിടിമുറുക്കുന്ന ശക്തികളുണ്ട്. സ്തോത്രം. സാത്താന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം വിശുദ്ധന്മാരൊന്നും ആയിരുന്നില്ല. പല അന്യദൈവങ്ങളെയും ദേവതകളെയും ഒക്കെ ആരാധിച്ചിരുന്നവരായിരിക്കണം പാരമ്പര്യമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾക്കകത്തുനിന്ന് വന്നവരാ. ഞാനും എൻ്റെ തലമുറയെല്ലാം നിനക്ക് അടിമയായിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ പിശാചിന് വേണ്ടി കൊടുത്തിരിക്കുന്നതായ കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അതിൻ്റെ നടുവിൽ നിന്നാണ് ദൈവം നമ്മെ കൊണ്ടുവന്നതെങ്കിൽ കർത്താവ് നമ്മോട് പറയുക, നീ സത്യം അറിഞ്ഞിരിക്കുന്നു, നിനക്കൊരു പോരാട്ടമുണ്ട്, ആ യുദ്ധം ചെയ്ത് നീ ജയിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ബ്ലഡ് ലൈനിലൂടെ, രക്തബന്ധങ്ങളിലൂടെ, ആ ജീനിയോളജിയിലൂടെ വ്യാപരിക്കുന്ന ഒരു ശാപമുണ്ട്. അതിനെ കട്ട് ചെയ്യാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്യാരാധനയുടെ ബന്ധങ്ങൾ പറഞ്ഞ്, ആ ബന്ധനങ്ങളുടെ പേര് പറഞ്ഞ്, പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിരുന്നതായ പൈശാചിക ശക്തിയുടെ പേര് പറഞ്ഞ്, ഉടമ്പടിയുടെ പേര് പറഞ്ഞ്. കാരണം ദൈവം ഇതെല്ലാം ചെയ്യുന്നത് സാത്താൻ കണ്ടിട്ടുണ്ട്.
അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്നത്, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്നത് സാത്താൻ കണ്ടിട്ടുണ്ട്. മനുഷ്യരുമായി ഉടമ്പടി ചെയ്യുന്നത്, പല വിധത്തിൽ സംസാരിക്കുന്ന ഉടമ്പടി കവനൻറ്റിൽ ഏർപ്പെടുന്നത് സാത്താൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാത്താൻ ചെയ്യുന്നത് ദൈവം എന്തെല്ലാം ചെയ്തോ അതിന് ഡിറ്റോ എടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നത്, അവനൊരു ദൈവമാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. ഈ എല്ലാം എവിടുന്ന് പഠിക്കണം? എവിടെയെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിലേ പഠിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇത് ഉണ്ടാക്കിയത് ദൈവമാണ്, സിസ്റ്റം ഉണ്ടാക്കിയത് ദൈവമാണ്. അതിൽ നിന്ന് കോപ്പി അടിക്കുക സാത്താൻ. അവൻ എങ്ങനെയൊക്കെ അത് ചെയ്യാൻ കഴിയും? അവൻ ദൈവം എവിടെയൊക്കെയാണ് അവൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് അവിടെ വിലക്കി കഴിഞ്ഞാൽ, അവിടെ വിഷയമായി കഴിഞ്ഞാൽ, തട്ടിയിട്ടാൽ എൻ്റെ രാജ്യത്തിലോട്ട് വീഴും. ആമേൻ. അങ്ങനെയാണ് അവൻ വ്യക്തികളെ ലോക്ക് ചെയ്തത്. അപ്പോൾ സ്ട്രോങ് മാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. പ്രൈസ് ഗോഡ്. ഇനി സ്വർഗീയ നിധികളെയും ഭൗതിക നിധികളെയും അവൻ കവർന്നെടുത്തിരിക്കുന്നു. ആമേൻ. ദാരിദ്ര്യം കൊണ്ടുവരുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ പട്ടിണി കിടക്കുന്നു, കർത്താവിന് വേണ്ടി ഞാൻ വേദനിക്കുന്നു. ദൈവം തരുന്നതായ ചില അനുഭവങ്ങളുണ്ട്. പൗലോസ് പറയുന്നിരിക്കുന്നത് പോലെ, പെട്ടെന്ന് എല്ലാവരും എടുക്കുന്ന പൗലോസിനെയാണ്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് പല പ്രാവശ്യം ഓഫ് ആൻഡ് ഫാസ്റ്റിംഗ് എന്നാണ് ഒരു ട്രാൻസ്ലേറ്റ് പറഞ്ഞത്. ഓഫ് ആൻഡ് ഫാസ്റ്റിംഗ്, ഞാൻ കൂടെ കൂടെ ഉപവാസം എടുത്തുന്നത്, പട്ടിണി കിടന്നല്ല. ഓഫ് ആൻഡ് ഫാസ്റ്റിംഗ്, യാത്ര ചെയ്യുക, കർത്താവിന് വേണ്ടി പോവുക, യുദ്ധം, അതെ, രാജ്യങ്ങൾ നേടാൻ വേണ്ടി പോവുക. ചിലപ്പോൾ ഭക്ഷണം കിട്ടത്തില്ലായിരിക്കും, അവിടെ ഫാസ്റ്റിംഗ് ചെയ്യും. ചിലപ്പോൾ അവിടെ ചെന്ന് പോരാടി പ്രാർത്ഥിക്കേണ്ടി വരും, ഫാസ്റ്റ് ചെയ്യുക. നമുക്കങ്ങനെയുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആത്മഭാരം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പൗലോസിനെ കൂടെ പിടിക്കരുത്. പൗലോസിൻ്റെ കോളിങ് വേറെയാണ്. ഇതുപോലെ നമുക്ക് കോളിങ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു. സ്തോത്രം. ആമേൻ. ദൈവം നമുക്ക് അനുവദിച്ചു തന്നതിനെ, ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാവരും അങ്ങ് ശ്രേഷ്ഠന്മാരാകും എന്ന് ഞാൻ പറഞ്ഞില്ല, വചനം അതിനകത്ത് പറയുന്നില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ, വെള്ളം മുട്ടിപ്പോകാതെ, ഭക്ഷണം മുട്ടിപ്പോകാതെ നമ്മെ നടത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ദാരിദ്ര്യം മാറിയിട്ടുണ്ട്. ദാരിദ്ര്യം മാറിയിട്ടുണ്ട്. അതിനെ കെട്ടഴിയണം. ദൈവമക്കളത് മനസ്സിലാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട കാര്യങ്ങളെ, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട വ്യക്തികളെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അട്ടഹസിച്ച് ചിരിക്കുന്ന ഈ അന്ധകാര ശക്തികളുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. അത് പിടിച്ചുകൊണ്ട് പോയതാണ്, തിരിച്ചു പിടിക്കണം. അങ്ങനെ തന്നെ അതിനെ പ്രാർത്ഥിച്ച് പ്രാപിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? കർത്താവിനെ നാം നോക്കിക്കേ, ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് യേശു കർത്താവ് ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഭൂതങ്ങളെ ശാസിച്ചിട്ടുണ്ട്. ആമേൻ. അവർ പട്ടിണി കിട്ടാൽ അവർ തളർന്നു പോകുമെന്നും പറഞ്ഞുകൊണ്ട് 5 അപ്പത്തെ 5000-ലധികം പുരുഷന്മാർക്ക്, സ്തോത്രം, ഹല്ലേലൂയ, 7 അപ്പത്തെ 4000-ലധികം പേർക്ക് വേണ്ടി കാനാവിൽ പച്ചവെള്ളം മുന്തിരിച്ചാറാക്കി ജനത്തിന് കൊടുത്തത്. ഹല്ലേലൂയ. കർത്താവ് വന്നിരിക്കുന്നു പറഞ്ഞ് ആരെയും പട്ടിണി കിട്ടിയിട്ടില്ല. അവിടെയെല്ലാം സമൃദ്ധി ഉണ്ടായിട്ട് അവൻ രാജകീയ ഭോജനം കഴിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ അന്ധകാരങ്ങൾ പിടിച്ചുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വലിയ സമൃദ്ധി എന്നല്ല, ആമേൻ, എല്ലാത്തിനകത്തൂടെയും ദൈവമക്കൾ കടന്നു പോകും. ഭൂമിയിലാണോ ചില ബുദ്ധിമുട്ടുകൾക്ക് വന്നിരിക്കാം, ഞെരുക്കങ്ങൾ വന്ന്, പക്ഷേ നിൻ്റെ വെള്ളം മുട്ടിപ്പോകത്തില്ല, നിൻ്റെ അന്നം മുട്ടിപ്പോകത്തില്ല. ഇന്ന് രാത്രി ആരെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഭൗതികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, സ്തോത്രം, ഇനി എൻ്റെ ജോലി എന്തായിത്തീരും, ആമേൻ, ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്ന് ചിന്തിക്കുന്ന ചിന്ത കൊണ്ടുവരുന്നത് സാത്താനാ. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി എന്തോ ചെയ്യും? ആമേൻ. തലമുറകൾക്ക് ഞാൻ എങ്ങനെ എന്നെ പഠിപ്പിക്കും? കർത്താവ് തലമുറകളെ നൽകിയെങ്കിൽ അവരെ പഠിപ്പിക്കാനുള്ള കൃപയും തരും. അവർക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ആമേൻ. ദൈവം കരുതിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ കഴിയുന്നവനെ നമ്മുടെ കർത്താവ്. പോട്ടട്ടെ. ആമേൻ. ഇത് പറയേണ്ടത് നമ്മളാ. ഇത് പറയേണ്ട ഇസ്രായേൽ ജനം എന്നതുപോലെ നമ്മളാ പറയേണ്ടേ. യേശുവിൻ്റെ നാമത്തിൽ അത് അഴിയട്ടെ, അത് പൊട്ടി വരട്ടെ. എനിക്ക് വേണ്ടിയുള്ളത് ഇവിടെ ഉണ്ട്.
ആമേൻ, ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങളായിരിക്കുന്ന ഈ ജോലിയിൽ ദൈവം നിങ്ങളെ ആക്കിയത് അവിടെ വന്ന് സുല്ലിട്ടേച്ച് പോകാൻ വേണ്ടിയല്ല, അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാൻ വേണ്ടിയല്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ശിംശോൻ നിലവിളിച്ച ദൈവത്തോട്, കർത്താവേ, ഞാൻ ഈ ജാതിയുടെ കയ്യിൽ വീണ് നശിക്കണമോ? അവൻ നിലവിളിച്ചപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അതിൽ വെള്ളം പുറപ്പെട്ടു. അവൻ ഇറങ്ങി നിന്ന് കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നമ്മെ കൊല്ലുന്ന ദൈവമല്ല, ദൈവം നമ്മുടെ നന്മകളെ എടുത്തു കളയുന്നവനല്ല, നൽകുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അനേകർക്ക് കൊടുക്കുവാൻ ദൈവം തന്നെ ജനത്തിൻ്റെ കരങ്ങളെ ബലപ്പെടുത്താൻ പോവുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ജനത്തെ ഇരുത്തുക, ആമേൻ, നിന്റെ കയ്യിലോട്ട് ഞാൻ തരും, കൊടുക്കുക, അവർക്ക് വേണ്ടി വിളമ്പുക. ഇന്ന് രാത്രി അതൊന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം നമ്മെയാണ്, ആരാധിക്കുന്ന ദൈവമക്കളെയാണ്. ആമേൻ. എത്രയോ പേര് ആശയറ്റവരായി ഈ പട്ടണങ്ങളിലുണ്ട്. അവർക്ക് കൊടുക്കാൻ എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തും. ഞാൻ കൊടുക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. DL മൂഡിയെ മാത്രമല്ല, ജോർജ് ആമൻ മുള്ളറിനെ മാത്രമല്ല, അവൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അവൻ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടല്ല അവൻ അത് ചെയ്തത്. അവന് അറിയാം, ഉയരത്തിൽ എനിക്കൊരു പിതാവുണ്ട്, ഞാൻ മുട്ടിന്മേൽ ഇരുന്നാൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ചലിക്കുന്നൊരു സ്വർഗം എനിക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. എവിടെയെല്ലാം അടഞ്ഞുപോയോ ആ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പനയിടുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അടഞ്ഞുപോയ ആത്മീയ ശുശ്രൂഷകൾ വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ദാരിദ്ര്യം കൊണ്ടുവരുന്ന ആത്മാവേ, കരങ്ങളെ കെട്ടുന്ന ആത്മാവേ, നന്മകളെ ബന്ധിക്കുന്ന ആത്മാവേ, യേശുവിന്റെ നാമത്തിൽ ഭത്സിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സരപ്തയിലെ വിധവയുടെ വീട്ടിൽ അവൻ നിലവിളി നടക്കേണ്ടതല്ല, ദൈവത്തെ ആരാധിക്കാൻ അവരെ കണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിനകത്തൊരു വലിയ സദ്യ നടക്കാൻ പോകുകയാണ്. മരിക്കാനിരിക്കുന്നവന്റെ വീട്ടിൽ സദ്യ നടക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അവൻ തോൽവികളെ കൊണ്ടുവന്ന് സാത്താൻ കൂടെ പറയും, നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു ഉപയോഗവുമില്ല. ഈ നെഗറ്റീവ് പറയുന്ന എല്ലാം പിശാചാകട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് എന്തോ പറഞ്ഞത്? ആമേൻ. ഗിദെയോനോട് പറഞ്ഞ പരാക്രമശാലിയെ പറയേണ്ടത് എന്താണ്? പേടിത്തൊണ്ട എന്നാ പറയേണ്ടത്. പക്ഷെ വിളിച്ചത് എങ്ങനെ? പരാക്രമശാലിയെ. ദൈവം അവനകത്തൊരു പരാക്രമശാലിയെ കണ്ടു. ഹല്ലേലൂയ. നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ കർത്താവ് നമ്മെ കാണുന്നത് എന്തായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, ആ വിളിയാണ് നമ്മെ വിളിക്കുന്നത്. അത് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. തോൽവികളെ കൊണ്ടുവരുന്ന ആ ശബ്ദം കൊണ്ടുവരുന്നതിന്, ചില അഡിക്ഷൻസിനെ കൊണ്ടുവരുന്നതിനെ, സ്തോത്രം, ലോക്ക് ചെയ്യുന്ന എല്ലാ ദുരാത്മ ശക്തികളും ഇന്ന് രാത്രി അഴുകിയ ചില രോഗങ്ങൾ ഇവൻ ലോക്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ ചങ്ങലയിട്ട് ബന്ധിക്കുന്നത് ആമേൻ ഇരുമ്പിൻ്റെ ചങ്ങലയല്ല, രോഗത്തിൻ്റെ ചങ്ങല. സ്തോത്രം. ചിലപ്പോൾ ഡോക്ടേഴ്സ് സ്കാൻ ചെയ്ത് നോക്കി കാണത്തില്ല, ഇതെന്താണെന്നൊരു പിടിയും കിട്ടത്തില്ല. കാരണം അവൻ്റെ ലോക്ക് പൈശാചികമായ ലോക്ക. നാശങ്ങൾ, നഷ്ടങ്ങൾ, ഭയങ്ങൾ, ലൈംഗികമായ പാപങ്ങൾ, അഹങ്കാരങ്ങൾ, നിഗളങ്ങൾ, ഇതെല്ലാം ലോക്ക് ചെയ്തിരിക്കുക. ആമേൻ. ഈ ഇങ്ങനെയുള്ളതിന് ഓരോന്നിനും, ഈ പറഞ്ഞത് ഓരോ പാപങ്ങൾക്കും ഓരോ കൊച്ചു കൊച്ചു കുട്ടി പിശാചുക്കളുണ്ട്. അപ്പോൾ ഈ യജമാനനാകുന്ന ബലവാനാകുന്ന പിശാച് ചെറിയ ചെറിയ ലോക്കൽ ചെറിയ ചെറിയ പിശാചുക്കളെ ബലവാന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ആൾക്കാരെ, ഗുണ്ടകളെ ഏൽപ്പിക്കുന്ന പോലെ. അവരുടെ പരിപാടിയാണ് ആ മേഖല നോക്കിക്കോണം. ആമേൻ. ആരെങ്കിലും കെട്ടഴിച്ച് വെളിയിൽ വരുന്നുണ്ടെങ്കിൽ അത് പിടിച്ചോണം, വീണ്ടും തിരിച്ച് പിടിക്കണം, ചെന്ന് റിപ്പോർട്ട് കൊടുക്കണം. യജമാനെ ഇന്നാരെ ഊസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, 21 days ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ 7 ദിവസം ഉപവാസമാണ്, അവൻ നമ്മുടെ ഇന്ന സ്റ്റോർ ഹൗസിനകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നൊരു യുദ്ധം അഴിച്ചു വിടുന്നു. അതുകൊണ്ടാണ് ആമേൻ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പം ഒരു യുദ്ധം പോലെ ഉണ്ടാകുന്നത്, പോരാട്ടം ഉണ്ടാകും. പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിജയം ദൈവജനത്തിനാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്നാമത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയായിരുന്നു, ഈ സ്ട്രോങ് മാൻ ആരാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഏകദേശം പിടികിട്ടി. ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ, ജയമെടുക്കാൻ എളുപ്പമുണ്ട്. ആമേൻ. ഇനിയും ഇവൻ്റെ സ്ട്രോങ് ഹോൾഡ് എന്തൊക്കെ നോക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ അസിസ്റ്റൻസ് ആരൊക്കെയാണ്? അസിസ്റ്റൻറ്റുമാരുണ്ട്. പുള്ളി അസിസ്റ്റൻറ്റിനെ ആക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് ഞാൻ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഒന്നാമത്തെ അസിസ്റ്റൻ്റെ പേര് സ്വയം ഉയർത്തുക, പ്രൈഡ്. പ്രൈഡുള്ള ഒരു വ്യക്തിക്ക് ഈ സ്ട്രോങ് മാനകത്ത് ചെറിയൊരു അസിസ്റ്റൻറ്റിനെ വെച്ചിരിക്കുക. ഇവൻ താഴ്ത്തില്ല, താഴ്മയില്ല,
താണ് പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിച്ചവനെ കെട്ടഴിയും. അതുകൊണ്ട് സമ്മതിക്കത്തില്ല. എപ്പോഴും പറയും, നീ വലിയ പുള്ളിയാ, നീ ഒരിക്കലും അങ്ങനെ താഴരുത്, നിന്നെയാണ് അവരെല്ലാം കൂടി ഇങ്ങനെ കുത്തുന്നത്, വിട്ടുകൊടുക്കരുത്. സ്തോത്രം. ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. എന്താ അവൻ്റെ ആഗ്രഹം? ആമേൻ. ദൈവസന്നിധിയിൽ താണ് നിലവിളിച്ച് പ്രാർത്ഥിക്കരുത്, വിടുതൽ കിട്ടരുത്. രണ്ടാമത്തത് ആങ്സൈറ്റി, ആമേൻ, വറി ആൻഡ് അൺബിലീഫ്. സ്തോത്രം. ആങ്സൈറ്റി. ഇനി എന്തായിത്തീരും, നാളെ എന്തോ ആകും. അകത്തൊരു ആന്തൽ പോലെ, ഉള്ളിലകത്തൊരു തീ കത്തുന്നത് പോലെ, പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്നത് പോലെ, ഒരു തിരമാല അടിക്കുന്ന പോലെ പെട്ടെന്നുണ്ടാകുന്ന ചില അനുഭവങ്ങൾ. സ്തോത്രം. ഒരുത്തൻ അവിടെ വന്നിരിക്കുന്നുണ്ട്, അവനാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അത് ഫിയർ എന്ന് പറയുന്നൊരു സ്പിരിറ്റാണ്. ഫിയറിൻ്റെ സ്പിരിറ്റാണ് വന്നിരിക്കുന്നത്. ഇത് ബലവാൻ്റെ ഒരു അസിസ്റ്റൻ്റാണ്. ഹല്ലേലൂയ. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ? അവനെല്ലാം നമ്മൾ ഇന്ന് രാത്രി ബന്ധിക്കാൻ പോവുകയാണ്. ആമേൻ. മൂന്നാമതായിട്ട് വേറൊരു സെറ്റ് ആൾക്കാരുണ്ട്, സെൽഫ് പിറ്റി. അയ്യോ കഷ്ടം, പാപം, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ആരോടും ഒരു ദോഷവും ചെയ്യുന്നില്ല, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എനിക്ക് ഈ ഗതികേട് വന്നല്ലോ. സ്തോത്രം. പിന്നെ ഇൻസെക്യൂരിറ്റി. ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, എനിക്കിങ്ങനെ വന്നു, ഇനി ഒരിക്കലും ഞാൻ രക്ഷപ്പെടത്തില്ല, എനിക്കൊരു യാതൊരു സംരക്ഷണവുമില്ല, എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചവിട്ട് ഗുണവുമില്ല, ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ആര് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ വിടുതലില്ലെന്ന്? അസിസ്റ്റൻ്റ് പറഞ്ഞു, ബലവാൻ്റെ അസിസ്റ്റൻ്റ്. അതൊരു സ്പിരിറ്റാ. ഇനി നിനക്ക് രക്ഷപ്പെടാനൊക്കത്തില്ല, നിൻ്റെ സമയം കഴിഞ്ഞു പോയി, ദൈവം പോലും നിന്നെ കൈവിട്ട് കഴിഞ്ഞു. ഇതൊക്കെ പറയുന്ന അവനാ. ഇന്ന് രാത്രി അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കെട്ടഴിയട്ടെ. ഇത് പറയുമ്പോൾ തന്നെ അവനെ കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. ഐസൊലേഷൻ. ഞാൻ ഇനി ആരോടും മിണ്ടുന്നില്ല, ഈ സഭയ്ക്കകത്തോ കുടുംബത്തിനകത്തോ കൂട്ടായ്മയ്ക്കകത്തോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഐസൊലേറ്റ് ചെയ്ത് ഉപവാസ പ്രാർത്ഥനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്ന് ആരാധനയല്ല, ഐസൊലേഷൻ. ആമേൻ. ഏകാന്തപ്പെടുത്തിയിരുത്തുന്ന ദുരാത്മാവ്. ആമേൻ. അത് വരുന്നത് റിജക്ഷൻ എന്ന് പറയുന്ന സ്പിരിറ്റിൽ നിന്ന്. റിജക്ഷൻ, തള്ളിക്കളഞ്ഞു. നിന്നെ ആർക്ക് വേണം അവിടെ? തള്ളി. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ഈ വിഷയം കൊണ്ട് വന്നു, റിജക്ഷനും കൊണ്ട്. സ്തോത്രം. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലുണ്ട്, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. ആ സ്പിരിറ്റിനെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് ബലവാൻ. കർത്താവ് പറഞ്ഞു, എനിക്കൊന്നും വരാൻ പോകുന്നില്ല, എനിക്കൊന്നും യേശത്തില്ല മോനെ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി നിൻ്റെ പുറകെ കളിക്കുന്ന ആത്മാവേദാന്ന്. ഇത് മനസ്സിലായാൽ നമുക്കൊരു വിജയമാണ്. ആരെല്ലാം നമ്മെ തള്ളിയാലും നമ്മെ വേണ്ടി ഒരുത്തനുണ്ട്. അതാരാന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവാ. ഹല്ലേലൂയ. വീട്ടുകാർ പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല, വേണ്ട, കുഴപ്പമില്ല. സ്തോത്രം. ദാവീദ് പറയുന്നവൻ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. സ്തോത്രം. ആരും വേണ്ട, ആരും വേണമെന്നില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ജീവിതം ആനന്ദകരമായി ജീവിക്കാൻ കഴിയും. സ്തോത്രം. മറ്റൊന്ന്, 1 ശമൂവേൽ പുസ്തകം 15:23 ആ സ്പിരിറ്റ്. അതും ഒരു അസിസ്റ്റൻ്റ് സ്പിരിറ്റാണ്. ഈ ബലവാൻ്റെ അസിസ്റ്റൻ്റാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 Samuel chapter 15 verse 23. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും. സ്തോത്രം. ആഭിചാരം അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ് പോലാന്ന്. ലൂസിഫറിനെയോ മറ്റുള്ളതിനെയൊക്കെ വെച്ച് വിച്ച് ക്രാഫ്റ്റ് നടത്തും, മന്ത്രവാദം ചെയ്യുമല്ലോ. ആ മന്ത്രവാദം ചെയ്യുന്ന പോലെയാണ് റിബല്യസ്നെസ്. കർത്താവ് ഒരു കാര്യം പറയുമ്പം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇപ്പം ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഇങ്ങനെ മതി, അങ്ങനെ ചെയ്യുന്ന കർത്താവ് മതി എന്ന് പറഞ്ഞൊരു പിടിവാശി. എന്ത് ആത്മീയ കാര്യത്തിനാണെങ്കിലും സ്തോത്രം, ഒരു പിടിവാശി വന്നാൽ അതൊരു സ്പിരിറ്റാണെന്ന് ഓർക്കണം. അതിന് പിന്നിലൊരു സ്പിരിറ്റുണ്ട്. രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് പേര് എന്താണ്? അതിൻ്റെ ആ സ്പിരിറ്റിൻ്റെ പേര് നമ്മൾ കണ്ടു, മന്ത്രവാദം. മന്ത്രവാദത്തിൻ്റെ സ്പിരിറ്റ്. റിബല്യസ്നെസ് ഈസ് ഈക്വൽ ടു മന്ത്രവാദം. സ്തോത്രം. എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ ഓർത്തോണം, അവൻ വന്നിട്ടുണ്ട്, പ്രസൻ്റ് ആയിട്ടുണ്ട്, ആൾ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നമ്മളതിനെ ജയിക്കുക. നമുക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ശൗല് വീണ് പരാജയപ്പെട്ടു പോയി, 1-ാമത്തെ രാജാവ്. എന്നാൽ ദാവീദിന് ഇതേ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും അവൻ ജയമെടുത്തു. അതുകൊണ്ട് അവൻ നിലനിന്നു. അപ്പോൾ ബലവാനെ പിടിച്ചു കെട്ടാൻ പറ്റും. മറ്റൊന്നാണ് അൺബിലീഫ് എന്ന് പറയുന്നത്. വിശ്വാസമില്ല, അൺബിലീഫ്.
അടുത്ത ഒരാളാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 58-ാമത്തെ വാക്യം. അവിടെ മാർക്ക് ചാപ്റ്റർ 6:5. അവിടെ യേശു കർത്താവ് വലിയ ദൈവശക്തിയും കൊണ്ട് ചെന്നതാ തൻ്റെ ജനത്തെ വിടിവിക്കാൻ. അവർ പറഞ്ഞു, ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ നമ്മുടെ ഇടയിലല്ലായിരുന്നു, ഇവൻ്റെ പിതാവും മാതാവും നമുക്കറിയത്തില്ലയോ, സഹോദരിമാരും സഹോദരന്മാരും നമ്മോട് കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ? അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കർത്താവിന് അവിടെ വലിയ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കണ്ടോ, അടുത്ത വലിയ ദൈവശക്തിയും കൊണ്ട് ചെന്നതാ. ഗലീലേക്ക് കർത്താവ് ഇളക്കി മറിച്ചു, ഉഴുതു മറിച്ചു. കർത്താവ് വെറുതെ നടന്നു പോയപ്പം സ്തോത്രം വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ആൾക്കാർ സൗഖ്യമായി. വേണ്ട, അവിടെ നിന്ന് പറഞ്ഞാൽ മതി, ആ വാക്ക് കേട്ട് സൗഖ്യമായി. മൈലുകൾക്കപ്പുറത്ത് മരിച്ചവരൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷേ ഇവിടെ സ്വന്തം നാട്ടിലോട് ഇന്ന് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമിടാ. ആർക്ക് പോയി? അവർ പറഞ്ഞവർക്ക് പോയി, നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇതാണ് ഈ തലമുറയിൽ പലപ്പോഴും പലർക്കും സംഭവിച്ചു വരുന്നത്. ഇത് കർത്താവ് ഞങ്ങൾക്ക് ഒത്തിരി അറിയാം, പെന്തിക്കോസ് ഞങ്ങൾക്ക് ഒത്തിരി അറിയാം, ഞങ്ങളിത് ഒത്തിരി കേട്ടതാണ്. പക്ഷെ അങ്ങനെ അല്ല പ്രിയരെ. സ്തോത്രം. പെന്തക്കോസ്തെന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സഭയൊന്നോ ആരാധനയെന്നോ കേൾക്കുമ്പം നമ്മൾ വീണുപോയ കുറേ പേരെയും മത്സരിച്ച് നശിച്ചു പോയവരെയും അല്ല ഓർക്കേണ്ടത്, കർത്താവിനെ ഒന്നാമത് ഓർക്കണം. സ്തോത്രം. അങ്ങനെ ഒന്നിക്കാമോ? ഈ തലമുറയിൽ ദൈവം നമ്മെ ഒരത്ഭുതമാക്കാൻ പോവുകയാണ്. അനേകർക്ക് കഴിയാത്ത ദൈവം നമ്മളോട് ജയിക്കും യേശുവിൻ്റെ നാമത്തിൽ. കാരണം യേശു നമ്മുടെ മധ്യയുണ്ട്. അവൻ ഏതളവിൽ വിശ്വസിക്കാമോ ആ അളവിൽ ദൈവം അത്ഭുതം ചെയ്യും. ഏതറ്റം വരെ കർത്താവ് പ്രവർത്തിക്കും. അൺബിലീഫ് ഇതവനൊരു അസിസ്റ്റൻ്റാണ്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ കടുകുമണിയോളം ഒരു വിശ്വാസം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഭയങ്കര കാര്യം ചെയ്തേനെ. ഓ സ്തോത്രം. കടുകുമണിയുടെ വിശ്വാസം നമുക്കറിയാം, വളരുന്ന വിശ്വാസമാണ്. ചെറുതിൽ നിന്ന് വരിക. ചെറിയ കാര്യം പ്രാർത്ഥിച്ച് നോക്ക്, അതിനകത്തൊരു വിടുതലുണ്ടായി കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥിക്കാൻ നമുക്കൊരു ഉത്സാഹം ഉണ്ടാകും. സ്തോത്രം. വലിയ നടക്കാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കരുത്. ചെറിയ കാര്യം പ്രാർത്ഥിക്കും. കർത്താവ് എനിക്കൊരു വിശ്വാസം വർദ്ധിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞൊരു കടുകുമണി ഇടുന്ന പോലെ ഒന്ന് ഇട്ട് നോക്ക്. കർത്താവേ, ഞാൻ ഈ ഒരു കാര്യം പ്രാർത്ഥിക്കുക, എനിക്കത് ചെയ്തു തരണം. അത് സംഭവിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഉത്സാഹം കൂടുമോ കുറയുമോ? ഉത്സാഹം കൂടും. പിന്നെ അടുത്തത് പ്രാർത്ഥിക്കാൻ തുടങ്ങും, അടുത്തത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവ് പറഞ്ഞു, ഇതൊരു രഹസ്യമാണ്. കടുകുമണിയുടെ രഹസ്യം ഏറ്റവും ചെറുതാണ്, പക്ഷേ വലിയൊരു വൃക്ഷമായി തീരും. ഇതാണ് കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റ അടിക്കൊന്നും ഒരു ജിമ്മിൽ പോയി ഒരാൾ വലിയ മസിൽ പവറുള്ള വ്യക്തിയാകത്തില്ല. എല്ലാ ദിവസവും പോയേ പറ്റത്തുള്ളൂ. ചില ദിവസങ്ങൾ എഴുന്നേക്കാൻ പോലും വയ്യാത്ത വേദന ഉണ്ടാകും. പക്ഷേ എന്നാലും പോകണം. അങ്ങനെ ചെയ്താൽ ശരീരം വികസിക്കുന്നത് പോലെ, ശക്തിപ്പെടുന്നത് പോലെ മനുഷ്യന് ശക്തി വരുന്ന ഒറ്റ ദിവസം കൊണ്ടല്ല. നമ്മുടെ അകത്തു ദൈവം കണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ശക്തിയാണ്. പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. മർക്കോസിന് സുവിശേഷം 9:24 അവിടെ വായിക്കുന്നു. സ്തോത്രം. ഒരുവൻ നിലവിളിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ അവിശ്വാസത്തിൽ എന്നോട് കരുണ തോന്നണം, എന്നെ സഹായിക്കണമേ. യോഹന്നാൻ 20:27 യേശു കർത്താവ് വാൺ ചെയ്തു തോമസിനോട്, തോമസേ, നീ അവിശ്വാസിയായത് വിശ്വാസിയായിരിക്കെ, കാരണം നിന്നിലൂടെ ഒരു അത്ഭുതം നടക്കാറുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് അതല്ലേ പറയുന്നേ? എന്തിനാ ഈ അവിശ്വാസം കേൾക്കാൻ പോകുന്നേ? യൂട്യൂബിനകത്തൂടെ അതിനകത്തൂടെ ഇതിനകത്തൂടെ എല്ലാം അവിശ്വാസത്തിൻ്റെ ഇങ്ങനെ ചെളി വാരി എറിയുക. എന്തിനാണെന്നറിയാമോ? രക്ഷപ്പെടാതിരിക്കാൻ. ബലവാൻ്റെ അസിസ്റ്റൻസ് ഇറങ്ങി നടക്കുക. ഇന്ന് രാത്രി നമുക്കൊന്ന് കണ്ണു കടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിവിടെ തൽക്കാലം ഒന്ന് നിർത്തുക. സ്തോത്രം. ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ബിറ്റർനെസ്, കയ്പിൻ്റെ അവസ്ഥ. ചില വ്യക്തികളെ ഓർക്കുമ്പോൾ തന്നെ കയ്പാ. ഇനി ഞാൻ അവരോട് മിണ്ടുകയല്ല, മരിച്ചാലും ഞാൻ മിണ്ടത്തില്ല, ഞാൻ ക്ഷമിക്കത്തില്ല. സ്തോത്രം. ചില വ്യക്തികളോട് ഭയങ്കര അസൂയയാ. ഇതെല്ലാം ബലവാൻ്റെ അസിസ്റ്റൻസാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ കർത്താവെ അതിനെ അഴിച്ചുവിടുന്നു, റിലീസ് ചെയ്യുന്നു, എൻ്റെ ഹൃദയത്തിനകത്ത് നീ അടുത്ത് ദൂരെ കളയുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനൊന്ന് വരുന്നു. പിടിച്ചു കെട്ടി എൻ്റെ നന്മകളെ പിടിച്ചു കെട്ടി വെച്ചേക്കും ദൂരാത്മ വ്യാപാരമേ. ഇന്ന് രാത്രി ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ പ്രിയപ്പെട്ടവരും, ചില വിഷയങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നത് എന്തോ ദൈവത്തിന് അവിടെ നമ്മെ ഉറപ്പിക്കാനുണ്ട്. ഈ ബലവാനെ പിടിച്ചു കെട്ടാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നന്മകൾ കൊണ്ടുപോയില്ലേ? അത് കണ്ടിട്ട് കൈ കെട്ടി നമ്മൾ ഇരിക്കരുത്. ദൈവം തന്ന നന്മകളെ കൊണ്ടുപോയില്ലേ, അത് കണ്ടേച്ച് കൈയും കെട്ടി പോകട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇനി വേറെ ഒന്ന് ദൈവം ക്രിയേറ്റ് ചെയ്ത് തരത്തില്ല. കർത്താവ് പറഞ്ഞത്, പോയി അവനോട് യുദ്ധം ചെയ്യ, അവനോട് ചോദിച്ചു വാങ്ങിക്ക്, അവനെ മുട്ട.
ഇടിക്കവനെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ വഴി തടയുന്ന യെരിഹോവിന്റെ മതിലിനെ കണ്ടിട്ട് സ്തോത്രം, അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് മാറാനല്ല, അതിന്റെ മുമ്പിൽ നിന്ന് അട്ടഹസിക്കണം. അത് താഴെ വീഴും യേശുവിന്റെ നാമത്തിൽ. നിന്റെ വഴിയാ, വർഷങ്ങൾക്ക് മുമ്പ് നീ കയറിപ്പോകാൻ വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത പാതയാ. അതിന്റെ നടുവിൽ അവൻ വീട് കെട്ടി വെച്ചേക്കുന്നത്, അവൻ മതിൽ കെട്ടിയത്. പക്ഷേ സ്തോത്രം, ഞാൻ വഴി മാറത്തില്ല, എൻ്റെ ജനവും വഴി മാറത്തില്ല. വേറെ ഇനി ഒരു രണ്ടാമത് ഒരു പരിപാടി കർത്താവിനില്ല. പ്ലാൻ ബി, പ്ലാൻ സി ഇല്ല. പ്ലാൻ എ മാത്രമേ ദൈവത്തിനുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഉണരട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. അവൻ രണ്ടാമത്തെ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അവൻ വെട്ടിപ്പിടിക്കുന്നത് പോലെ, കയറി ചെന്ന് അവനെ യുദ്ധം ചെയ്ത് പിടിക്കുന്നത് പോലെ അവൻ ഇരിക്കുന്ന കൊട്ടാരത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാൻ, അവൻ താവിടെ എന്റേത് എന്ന് പറയാൻ, പിടിച്ചെടുക്കാൻ, അവന് പോരാളിയായി തീരാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവജനം എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഇടമിരുന്നുകൊണ്ട്, അവനായിരിക്കുന്ന വാഹനത്തിനകത്തിരുന്നുകൊണ്ട്, അല്ല നടക്കുന്ന നടപ്പിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് അവൻ ആ രോഗത്തിന് ആത്മാവിനോട്, അവൻ നിങ്ങളെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ബലവാനോട്, നിങ്ങളുടെ നന്മകളെ പിടിച്ചു കെട്ടിയവനോട് യേശുവിന്റെ നാമം വിട്ടുമാറുന്നു പറ. എന്നിട്ട് പറയാം, ഞാൻ വരുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, നസറയനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു. ആമേൻ. എൻ്റെ തെറ്റുകളെ ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ അവ ഏറ്റു പറയുന്നു. ഇനിയും പിശാചേ നിനക്ക് എന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സാത്താനെ ബന്ധിക്കുക, ഞാൻ നിന്നെ പിടിച്ചു കെട്ടാൻ വരികയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും എന്നെ യേശുവിനെ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സ്വയമെടുത്ത് ഹല്ലേലൂയ, ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രം. ആമേൻ. ലോക്കുകൾ പൊട്ടട്ടെ. എല്ലാവും എന്നെ യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. ഇന്ന് രാത്രി വിടുതലുണ്ട്, ഇന്ന് രാത്രി വിടുതലുണ്ട് യേശുവിന്റെ നാമത്തില്. സഭകളെ, വ്യക്തികളെ, സമൂഹങ്ങളെ പിടിച്ചുകൊണ്ട് പോയ ദുരാത്മാവേ, കുടുംബങ്ങളെ പിടിച്ചു കെട്ടിയ ദുരാത്മാവേ, ഓ ദേശങ്ങളെ ബന്ധിക്കുന്ന ശക്തിയെ, ബലവാനെ ഞങ്ങൾ പിടിച്ചു കെട്ടുന്നു, അവനെ ഞങ്ങൾ ബന്ധിക്കുന്നു. ആത്മാവിലൊന്ന് പറഞ്ഞേ, ഇനി എന്റെ കുടുംബത്തിന് മേൽ വാഴ ദുഷ്ടനെ ഞാൻ അനുവദിക്കത്തില്ല. ഭയത്തിന്റെ ശക്തിയെ, ഹല്ലേലൂയ, നിരാശകൾ കൊണ്ടുവരുന്ന ദുരാത്മ ശക്തിയെ, അവൻ ആരോ ശബ്ദിക്കുന്നത് പോലെ, മന്ത്രിക്കുന്നത് പോലെ, ചെവിയിലിരുന്ന് മന്ത്രിക്കുന്നത് പോലെ, നീ ശരിയാകാൻ പോകുന്നില്ലെന്ന് പറയുന്ന അന്ധകാര ശക്തിയെ നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടി, അവൻ ഞങ്ങളെ പിടിച്ചോണ്ട് പോയതിനെ തിരിച്ചു പിടിക്കുക. Rebuke it in the name of Jesus. എവിടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെല്ലാം വിടുതൽ നടക്കട്ടെ. ഇപ്പോൾ എവിടെല്ലാം ഏറ്റെടുക്കുന്നു ഈ ശബ്ദം കടന്നു എന്ന് പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ. ദൈവം എഴുന്നേൽക്കുന്നവരെ ശത്രുക്കൾ ചതറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചു കെട്ടിയതിനെ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു. ഭവനങ്ങൾക്കകത്തുനിന്ന് സ്വസ്ഥതയെ പിടിച്ചുകൊണ്ട് പോയി, കൂട്ടാളിയെ പിടിച്ചുകൊണ്ട് പോയി, അഡിക്ഷൻസിനകത്താക്കി, ഇനി രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തു, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടതിനകത്താക്കി. ഒരിക്കലും ചിന്തിച്ചതല്ല അങ്ങനെ വരുമെന്ന്, എന്നാൽ അങ്ങനെ ലോക്കായി പോയി. ഹല്ലേലൂയ. സന്തോഷത്തിന് വേണ്ടി കാത്തിരുന്നു, എന്നാൽ ഇരുട്ടിന്റെ ദിനങ്ങൾ വന്നു. എന്തുകൊണ്ട് എന്നറിയുന്നില്ല. അറിയാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ വിടുതലില്ല. കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ബലപ്പെടുത്താൻ പോവാ. ഒരു പോരാളിയായി എഴുന്നേക്ക്, ശക്തിയുള്ള ഒരു പോരാളിയായിട്ട് അങ്ങോട്ട് എഴുന്നേക്ക്. വചനമാകുന്ന വാളിങ്ങോട്ട് എടുക്ക്, സർവായുധവർഗം എടുത്ത് അണിയ. നിന്നെ തന്നെ ദൈവം ബലപ്പെടുത്താൻ പോകുകയാ. ഗിദെയോനെ ബലപ്പെടുത്തിയതുപോലെ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ഇനി വേറൊരാൾ വരാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഒരു പ്രവാചകന് വേണ്ടി ഇനി കാത്തിരിക്കണ്ട. എല്ലാം നല്ലതാണ്,
പക്ഷേ നമ്മെ ഒന്ന് ബലപ്പെടുത്താൻ ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നു. ചിലതിനെ പ്രാർത്ഥിച്ച് സ്റ്റോപ്പ് ചെയ്യണം, ചിലതിനെ റിവേഴ്സ് ചെയ്യണം, ചിലതിനെ ചവിട്ടി അവിടെ നിർത്തണം, അതവിടെ നിൽക്കും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ ഉള്ളങ്കാൽ വെള്ളത്തിന്മേൽ തൊടുമ്പോൾ അവൻ നിൽക്കും. എത്ര വർഷം ഒഴുകി എന്നുള്ള വിഷയമല്ല, നിനക്ക് വേണ്ടി ചിലത് നിൽക്കാൻ പോവുക, സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. തൊടുന്നതെല്ലാം പരാജയം. എവിടെ തൊട്ടാൽ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. തീ പിടിക്കുന്നത് പോലെ, ഗ്യാസ് തുറന്നു വിട്ട് തീ പിടിക്കുന്ന പോലെ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സമാധാനം തിരിച്ചു വരട്ടെ. ദ്രവിച്ചിരിക്കുന്ന ചില ഉപകരണങ്ങൾ പോലെ ഇനി അതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പിശാച് പറയുമ്പോൾ റീപ്ലേസ് ചെയ്ത് പുതിയത് തരാൻ കർത്താവിന് കഴിയും. ഇതിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. രാജ്യാന്തരങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിലും ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് കൂടിയും ദൈവദാസന്മാരോട് കൂടിയും ഈ വചനത്തെ റിലീസ് ചെയ്യുന്നു. ബലവാനെ പിടിച്ചു കെട്ടുന്ന അഭിഷേകം ഉണ്ടാകട്ടെ. എല്ലാവരെയും ശക്തന്മാരാക്കണമേ. ഇനി ഞങ്ങൾ കൊണ്ടുപോയത് കണ്ട് കരയുന്നവരല്ല, സിക്ലാഗ് തിരിച്ചു പിടിക്കുന്ന ദാവീദിനെ പോലെ, പിടിച്ചുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കുന്ന ഹല്ലേലൂയ സ്ട്രോങ്ങർ മാൻ എന്നതുപോലെ ഒരു മൈറ്റിയസ്റ്റ് ഞങ്ങളോട് കൂടെ ഉണ്ട്. വലിയൊരു സർവശക്തൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ശക്തരായി ചെന്ന് യുദ്ധം ചെയ്ത് അവനെ പിടിച്ചെടുക്കുവാൻ, ശത്രുവിനെ ലോക്ക് ചെയ്യാൻ കൃപ തരണം, അധികാരം തരണം, അഭിഷേകം തരണം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും അതിനെ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.